IPL ട്രേഡുകളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ കൺഫേം ആയിട്ടുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസിലേക്കും അതേപോലെ കുൽദീപ് യാദവ് ലക്നൌവിലേക്കും ട്രേഡ് ആയിരിക്കുകയാണ്. സ്വാപ്പ് ഡീൽ 27 കോടി ഉണ്ടായിരുന്ന ഋഷഭ് പന്ത് 15 കോടിക്കാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. അതേപോലെ 13.5 കോടികൾക്കാണ് കുൽദീപ് യാദവ് ലക്നൌവിലേക്ക് എത്തുന്നത്. ചെറിയൊരു സാധനം കാണിച്ചു തരാം. ലക്നൌ സൂപ്പർ ജയൻസിൽ ഉണ്ടായിരുന്നപ്പോൾ സഞ്ജയ് ഗോയങ്ക ഋഷഭ് പന്തിനെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ये मेरे हिसाब से ये एटलीस्ट 12, 13, 14, 15 साल खेलेंगे. मार्क माई वर्ड्स. 10 साल बाद बोलेंगे माही, रोहित, ऋषभ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു, എല്ലാം പോയില്ലേ. അങ്ങനെ അവസാനം ഡൽഹിയിലേക്ക് തന്നെ ഋഷഭ് തിരിച്ചെത്തി. പിന്നെ വരുന്ന IPL റൂമേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യയായിട്ട് ബന്ധപ്പെട്ടാണ്. രാജസ്ഥാനിലേക്ക് പോകും, ജയ്സ്വാളിനെ മുംബൈയിലേക്ക് കൊണ്ടുവരും എന്നുള്ള റൂമർ ഉണ്ട്. കൊൽക്കത്തയിലേക്ക് പോകും, കൊൽക്കത്ത അതിന് പകരം വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ അർഷിത് റാനനെ തിരിച്ചു കൊടുക്കും. അങ്ങനത്തെ ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം സൂര്യകുമാർ യാദവ് മുംബൈയിൽ നിന്ന് KKRലേക്ക് പോകും എന്നുള്ള ഒരു റൂമർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഹർദിക് പാണ്ഡ്യന്റെ ട്രേഡും കൂടി ബന്ധപ്പെട്ടിട്ടായിരിക്കും സൂര്യകുമാറിന്റെ ട്രേഡ് കൺഫർമേഷൻ വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി KKRലേക്ക് ഹർദിക് പാണ്ഡ്യ പോവുകയാണെങ്കിൽ സൂര്യകുമാർ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം.